അപ്പോൾ ഇന്നൊരു ട്രഡീഷണൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ പന വരകിയത് അല്ലെങ്കിൽ നമ്മുടെ പന ഹലുവ എന്നൊക്കെ പറയാം. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പനയുടെ പൊടിയിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാതെ ആദ്യം തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 3-4 കപ്പും കൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് മധുരത്തിനായിട്ട് ശർക്കരപ്പാനി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊരു കപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മൾ ഫ്ലെയിം ഓണാക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കുറുകി വന്ന സമയത്ത് വെള്ളം കുറച്ച് കുറവായതുകൊണ്ട് തന്നെ വീണ്ടും 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കരപ്പാനി അടക്കം ടോട്ടൽ ഇതിലേക്ക് നമ്മൾ 5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ നല്ല പോലെ കുറുകി കുക്കായി വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ല രീതിയിൽ തിളച്ച് വരുന്നത് വരെയാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു സമയത്തിന് നമ്മുടെ പൊടിയൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടും. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിന് സെറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ 2 കിണ്ണത്തിലായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി സെയിം പാത്രത്തിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാം. ഇനി നമ്മൾ പുഡിങ്ങൊക്കെ കഴിക്കുന്ന രീതിയിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ പന ഉണ്ടാക്കി കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ.